മഞ്ഞ കാർഡും പിങ്ക് കാർഡും വിഭാഗത്തിൽ ഉൾപ്പെട്ട മുഴുവൻ അംഗങ്ങളും മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. 2024 മാർച്ച് മാസം മസ്റ്ററിംഗ് നടത്തിയവരുടെയും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ റേഷൻ കടയിൽ പോയി വിരൽ പതിച്ച് റേഷൻ വാങ്ങിയവരുടെയും മസ്റ്ററിംഗ് നടന്നിട്ടുണ്ടാവാം. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ റേഷൻ കാർഡിൽ ആരൊക്കെ മസ്റ്ററിംഗ് നടത്തിയെന്നും നടത്താൻ ശേഷിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്ന സൈറ്റിൽ നമ്മുടെ റേഷൻ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുത്താൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട അംഗങ്ങളുടെ പേര് വിവരം ലഭിക്കുന്നതാണ്. ഓരോ അംഗത്തിൻ്റെയും പേരിന് നേരെ വലതു ഭാഗത്ത് അവസാനമായി KYC സ്റ്റാറ്റസ് കാണാവുന്നതാണ്. അതിൽ ഡൺ എന്നാണ് കാണുന്നതെങ്കിൽ അവർ മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല എന്നാണ്. നോട്ട് ഡൺ എന്നാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒക്ടോബർ 3 മുതൽ 8 വരെയുള്ള തീയതികളിൽ റേഷൻ കടകളിൽ നടക്കുന്ന ക്യാമ്പിൽ പോയി മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. മസ്റ്ററിംഗ് നടത്തിയാൽ മാത്രമേ അർഹമായ റേഷൻ വീതം ലഭിക്കുകയുള്ളൂ എന്ന കാര്യം ഓർക്കേണ്ടതാണ്. പഠനത്തിനും ജോലിക്കുമായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും പോയവർ അതത് പ്രദേശത്തെ സംവിധാനം ഉപയോഗപ്പെടുത്തി മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. മസ്റ്ററിംഗ് നടക്കുന്ന ക്യാമ്പിൽ നേരിൽ എത്തിച്ചേരാൻ കഴിയാത്ത കിടപ്പ് രോഗികളെ വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് നടത്തുന്നതാണ്. കിടപ്പ് രോഗികളുടെ വിവരം മുൻകൂട്ടി റേഷൻ കടയിൽ അറിയിക്കേണ്ടതുമാണ്. മസ്റ്ററിംഗിന് വരുമ്പോൾ റേഷൻ കാർഡ്, ആധാർ കാർഡ് എന്നിവ കൊണ്ടുവരേണ്ടതാണ്. ഈ ലിങ്കിൽ കയറി നമ്മുടെ വീട്ടിലെയും അയൽക്കാരുടെയും പരിചയക്കാരുടെയും റേഷൻ കാർഡിൽ ആരൊക്കെ മസ്റ്ററിംഗ് നടത്തണമെന്ന് മനസ്സിലാക്കി ആവശ്യമുള്ളവരെ മാത്രം ക്യാമ്പിൽ എത്തിച്ചേർന്നാൽ തിരക്കൊഴിവാക്കി ക്യാമ്പ് സുഗമമായി നടത്തുന്നതിന് സഹായകമായിരിക്കും. റേഷൻ വാങ്ങിക്കാൻ പോകുമ്പോൾ നിലവിൽ വിരൽ പതിയാത്തവരുടെയും കുട്ടികളുടെയും ആധാർ ഇപ്പോൾ തന്നെ നമ്മുടെ തൊട്ടടുത്ത അക്ഷയയിൽ പോയി അപ്ഡേറ്റ് ചെയ്യുന്നത് ഗുണകരമായിരിക്കും.